ആൽഫയുടെ യൂട്യൂബ് ചാനലിലേക്ക് വന്ന ഒരു ഡൗട്ട്സ് ആണ്. എനിക്ക് നീറ്റ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്ത് 11th 12th പഠിക്കണം. മാത്സ് എനിക്ക് ഇഷ്ടമില്ല. മാത്സ് ഇല്ലാതെ +1 +2 സയൻസ് എടുത്ത് പഠിച്ച് നീറ്റിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്ട്രീം ഏത് സ്കൂളിലുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായും അങ്ങനെയുള്ള സ്ട്രീമുകളുണ്ട്. സാധാരണ എല്ലാ സ്കൂളുകളിലും അങ്ങനെ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ അങ്ങനെ ഒരു സ്ട്രീമുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി സ്ട്രീമാണ്. സാധാരണ സ്കൂളുകളിലൊക്കെ നമുക്ക് ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമുമാണ് സാധാരണയായിട്ട് കാണാറ്. അവിടെ 2 സ്ട്രീമിനകത്തും മാത്സ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്കൂളിൽ മാത്സ് ഇല്ലാതെ നീറ്റിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്ട്രീമുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മെഡിക്കൽ പ്രൊഫഷനാണ് മാത്രമാണ് ഇഷ്ടം, നീറ്റിലൂടെയുള്ള കോഴ്സുകളാണ്, അതായത് MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, BSc നഴ്സിംഗ്, ഇതേപോലുള്ള സെക്ടറിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മാത്സ് പഠിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു +1 +2 ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ നമുക്ക് ആൽഫ ജീനിയസ് സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ മാത്സ് ഇല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി സ്ട്രീം എടുത്ത് പഠിക്കാം. ഇനി സാധാരണ രീതിയിൽ എല്ലാവരും ഒരു നീറ്റ് എക്സാമിനേഷനോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനോ ഒക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മാത്സും കൂടെ പഠിക്കുക എന്ന് പറയും. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ ആ ഫിസിക്സ്, കെമിസ്ട്രി കുറച്ചുകൂടെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഫിസിക്സ്, കെമിസ്ട്രിയിൽ കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ക്രാക്ക് ചെയ്യാൻ മാത്സും കൂടെ ബേസ് ഉള്ളത് നല്ലതായതുകൊണ്ട് മാത്സ് പഠിക്കുന്നതാണ് നല്ലത് നീറ്റ് ആസ്പിറൻസ് പോലും എന്നും പലരും പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. മാത്സ് എടുത്ത് പഠിക്കാമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇനി മാത്സ് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, മാത്സ് ഞാൻ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഒരു വിദ്യാർത്ഥിക്കും ഏറ്റവും നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി സ്ട്രീമുകൾ എടുത്ത് നമുക്ക് പഠിക്കാം, ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ പഠിക്കാം. അതുകൊണ്ട് കൃത്യമായി പഠിക്കുന്ന സമയത്ത് റൈറ്റ് ഡിസിഷൻസ് എടുക്കുക. ആ ഡിസിഷൻസ് ആണ് നമ്മളെ ബെസ്റ്റ് ആക്കി മാറ്റുക. ഒരിക്കൽ കൂടി ഓർക്കുക, സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.